ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൈഗ. ഇന്ന് നമുക്ക് എങ്ങനെയാണ് പടവലങ്ങ തോരൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് ഒരു പടവലങ്ങ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, ഒരു മീഡിയം സൈസ് പടവലങ്ങ, ഒരു സവാള അതുപോലെ ചെറുതായിട്ട്, വലിയ സവാള ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണമേ എടുത്തിട്ടുള്ളൂ, ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ തോരൻ്റെ അരപ്പിന് തേങ്ങ, ഒരു 1/4 കപ്പ് തേങ്ങ അല്ലെങ്കിൽ അരക്കപ്പ് തേങ്ങ അധികം ഇഷ്ടമുള്ളവരാണെങ്കിൽ അരക്കപ്പ് തേങ്ങ ഉപയോഗിക്കാം. തേങ്ങ, പിന്നെ ഒരു 4-5 ചെറിയ ഉള്ളി, ഒരു വെളുത്തുള്ളി, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഉപ്പ്. ഇത് ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. പാനിൽ എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടായതിന് ശേഷം കടുക് പൊട്ടിച്ച്, കറിവേപ്പില, വറ്റൽ മുളക്, ഉഴുന്ന് പരിപ്പ്, ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുക. ഇതിൻ്റെയൊക്കെ ഫ്ലേവറായ ഓയിലിലോട്ട് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് ഫ്രൈ ആയതിനു ശേഷം നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പടവലങ്ങ ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ആഡ് ചെയ്ത് രണ്ടും കൂടെ ചേർത്ത് ഒരുമിച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതായത് പടവലങ്ങയുടെ ആ സൈസ് വന്നിട്ട് അതിലെ വാട്ടർ കണ്ടൻറ്റൊക്കെ പോയി അത് കുറുകി നല്ല ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് ചെറിയ സൈസിലോട്ട് അത് വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. എന്നാലേ ആ പടവലങ്ങയുടെ പച്ച മണവും ആ പച്ച സ്വാദും ടേസ്റ്റൊക്കെ മാറി വേറെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റായിട്ട് വരത്തുള്ളൂ. കാരണം എല്ലാവർക്കും പടവലങ്ങയുടെ ആ സ്വാദ് ഇഷ്ടമാവണമെന്നില്ല, അതുകൊണ്ട് അങ്ങനെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സമയം കൊണ്ട് നമുക്കിതിനുള്ള തേങ്ങയുടെ അരപ്പ് മിക്സിയിലിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് കോഴ്സ് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. പടവലങ്ങ ഇപ്പോൾ ഏകദേശം ഫ്രൈ ആയി, അതിൻ്റെ സൈസൊക്കെ ചെറുതായി, ക്വാണ്ടിറ്റി ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഈ വരുന്ന സ്റ്റേജിൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. തോരൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്പൂണിൽ എടുക്കുമ്പോൾ തന്നെ അതിങ്ങനെ തരിതരിപ്പായിട്ട് വീഴണം. അത് ആ ഒരു ഇതിലാണ് അത് തോരൻ ചെയ്യേണ്ടത്. എന്നാലേ അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. കഴിച്ചു നോക്കിയാൽ നമുക്കിത് പടവലങ്ങ ആണെന്ന് കൂടെ തോന്നത്തില്ല, അത്രയ്ക്ക് നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ചെയ്ത് എടുക്കുമ്പോൾ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. ഹോപ്പ് യു ഓൾ ലൈക്ക് മൈ ചാനൽ. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.